അല്ല നന്ദു, ഈ വീട് വിറ്റ് കഴിയുമ്പോഴേ നമ്മൾ രണ്ടുപേരും എവിടെയാ താമസിക്കുന്നേ? നമുക്ക് താമസിക്കാനാണോ ദീപു വീടില്ലാത്ത? നമ്മൾ കൊട്ടാരത്തിൽ തന്നെ താമസിക്കും. അല്ല, എന്തൊക്കെയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ? തമാശ പറയുമായിരുന്നോ? എന്തൊരു മര്യാദകേടാ ഈ സ്ത്രീ കാണിക്കുന്നേ. ഡോറിൽ മുട്ടി ഞങ്ങളുടെ പെർമിഷൻ ചോദിച്ചിട്ട് വേണ്ടേ അകത്തേക്ക് വരാൻ? യൂസ്ലെസ് ഫെലോ. ഗെറ്റ് ഔട്ട്. സോറി. ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരികെ പോയി ഡോറി മുട്ടി പെർമിഷൻ ചോദിച്ചിട്ട് കയറി വരാം. എവിടുന്ന് കിട്ടിയോടോ ഇങ്ങനൊരു അമ്മേ? എല്ലാം കൈവിട്ടു പോയില്ലേ, അതുകൊണ്ട് അമ്മയുടെ കിളി പോയി നടക്കുക. മേ ഐ കം ഇൻ പ്ലീസ്? യെസ്, കം ഇൻ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. വന്ന കാര്യം പറയും. ഞാൻ മോളോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ആ കാര്യം എന്താന്നല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചേ. അതായത് നീണ്ട കഥ പോലെ വലിച്ചു നീട്ടി വഷളാക്കാതെ കാര്യം ഒറ്റവാക്കി പറയും. അല്ല, ഈ വീട് വിൽക്കുമ്പോ എനിക്കെന്ത് തരൂന്ന് അറിയണമല്ലോ, അത് ചോദിക്കാൻ വന്നതാ. വീട് വിൽക്കുമ്പോ എനിക്കെന്ത് തരൂന്ന്? നിങ്ങൾക്കല്ലേ? ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിലെ 2 ഉണങ്ങിയ ഓലമടല് താഴെ വീണ് കിടപ്പുണ്ട്. അത് നിങ്ങളെടുത്തു. തണുപ്പ് കാലല്ലേ, കത്തിച്ച് തീ കായാം. അധികം വിളയല്ലേ? ഞാനേ എന്റെ മരുമകളാണെന്ന് കരുതി നിന്റെ പേരിൽ പ്രമാണം ചെയ്തേ ഉള്ളൂ ഈ വീടും പ്രോപ്പർട്ടിയും. ഇതിന്റെ യഥാർത്ഥ അവകാശി ഞാൻ തന്നെയാ. ഇതിനുള്ള മറുപടി ആരാ പറയണ്ടേ? ഞാൻ തന്നെ പറഞ്ഞേക്കാം. അമ്മേ, ഇതെല്ലാം നന്ദുവിന്റെ പേരില് എന്നേ റെക്കോർഡിക്കലായതാ. പിന്നെ അവകാശം പറഞ്ഞു വരുന്നത് മര്യാദകളല്ലേ? എന്നുവെച്ചാ ഇതിലൊരു 10 പൈസയുടെ അവകാശവും നിങ്ങൾക്കില്ലാന്ന്. അതങ്ങേ പള്ളി പോയി പറഞ്ഞാ മതി. എന്റേതാ ഈ വീടും സ്വത്തും. എനിക്കിതിലുള്ള അവകാശം കിട്ടണം. ദീപു, ഇവർക്കെന്താ വട്ടുണ്ടോ? എടി, വട്ടം നിനക്കാടി. ദേ, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ പോയേ കേസ് കൊടുക്കും. ഇവർക്ക് ഞാൻ അടി കൊടുത്ത് വിടണോ അതോ ദീപു പറഞ്ഞു വിടണോ? അയ്യോ, ഞാൻ പറഞ്ഞോടാം, ഒന്നും ചെയ്യണ്ട. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയല്ലേ. അമ്മ വന്നേ. വരാൻ അമ്മ വരാൻ. ഞാൻ അവളോട് വരാനല്ലേ പറഞ്ഞ? വാ അമ്മ ഇങ്ങോട്ട്. വരാൻ ഇങ്ങോട്ട്. അമ്മ ഇങ്ങോട്ട്. നിന്നോട് പറഞ്ഞ കേട്ടില്ലേ? എന്റെ കയ്യിൽ നിന്ന് വിടാൻ. ഞാനൊന്ന് പറയട്ടെ. അച്ചിക്കോന്തനെ എച്ചി. എടാ, നിനക്ക് പോയി കെട്ടി തൂങ്ങി ചത്തൂടെടാ.